1998 മുതൽ ശബരിമല സ്വർണം പൊതിയലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സമഗ്ര അന്വേഷണം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദ്. ദേവസ്വം ബോർഡ് ഒന്നും മറയ്ക്കാനാവില്ല. 2024 കൃത്യമായ രീതിയിൽ രേഖകൾ തയ്യാറാക്കിയതിനു ശേഷമാണ് സ്വർണം പൂശിയതിനു വേണ്ടി ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നും PS പ്രസാദ് പറഞ്ഞു. 1998 വിജയ് മല്യ സ്വർണം പൂശുന്നത്. ആ കാലഘട്ടം മുതൽ 2025 നിലവിൽ എൻ്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിൻ്റെ കാര്യമാവട്ടെ, തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ആവശ്യപ്പെടും. ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് കൊണ്ടുപോയത്. അതിലൊരു പാളിച്ചയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല. നിങ്ങളീ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ ചെന്നൈയിലേക്ക് വരാനാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണം കൊടുത്തുവിടുകയല്ല ഞങ്ങൾ ചെയ്തത്. അതായത് ഇപ്പോൾ അവിടെ തിരുവാഭരണം കമ്മീഷൻ്റെ കയ്യിൽ ഇപ്പോൾ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി, ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി, ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല, ഒളിക്കാനുമില്ല.